നമസ്കാരം. അടുത്തിടെയാണ് നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയത്. ക്രൂരമായ മാനസിക ശാരീരിക പീഡനം അനുഭവിച്ചതിനാലാണ് നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. തന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, പലരോടുമായി നടൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു. ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഡിപ്രഷൻ അനുഭവിക്കുകയായിരുന്നുവെന്നും ബാലയുടെ നിരന്തരമായ ഭീഷണികൾ ഉണ്ടെന്നും എലിസബത്ത് പറഞ്ഞു. ബാലയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ജീവൻ അപകടത്തിലാണെന്നും താൻ വീഡിയോകൾ പങ്കുവയ്ക്കാതിരുന്നാൽ എല്ലാവരും തന്നെക്കുറിച്ച് അന്വേഷിക്കണമെന്നും എലിസബത്ത് പറഞ്ഞു. മാത്രമല്ല, മാർച്ച് 24-ന് ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ച ശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരം പ്രേക്ഷകരും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയിലായിരുന്നു. എന്നാൽ ആരും തന്നെ ആശങ്കപ്പെടേണ്ടതില്ലെന്നും താൻ സേഫാണെന്നും അറിയിച്ച് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത്. ഇപ്പോൾ മുഖത്ത് നിറച്ചിരിയുമായി ഊർജ്ജസ്വലതയോടു കൂടിയാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാദങ്ങളും ഡിപ്രഷനും എല്ലാം മൂലം ജീവിതം ദുസ്സഹമായിരുന്നതിനാൽ വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. സന്തോഷവതിയായ എലിസബത്തിനെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് പ്രേക്ഷകരും. താൻ നേരിട്ട ക്രൂരതകൾക്ക് പകരം ചോദിക്കാൻ എലിസബത്ത് നിയമ വഴിയെ നീങ്ങുകയാണ് എന്നാണ് പുതിയ വീഡിയോയിൽ നിന്നും എലിസബത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഹാപ്പിയാണോ സേഫ് ആണോ എന്ന് ചോദിച്ച് കുറേ മെസ്സേജുകളും കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം വീഡിയോ ഇല്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. സോറി, ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. സീരിയസ്ലി എൻ്റെ കാര്യത്തിൽ കൺസേൺ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അന്വേഷിച്ചു കൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കുറേ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കും ഒന്നും അധികം പറയാൻ പറ്റില്ല. എല്ലാം നല്ലതായി നടക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. കുറേ പേർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. മെസ്സേജുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ ചിലതുണ്ടായിരുന്നത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. വീഡിയോ ഇടാത്തതിൽ കുറ്റബോധമുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായിയുടെ യഥാർത്ഥ രൂപം എല്ലാവരുടെയും മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വീഴട്ടെ എന്ന്, തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്നും എലിസബത്തിന് നീതി ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെന്നാണ് വീഡിയോ വൈറലായതോടെ കമൻറ്റുകൾ വരുന്നത്. എലിസബത്തിനെ കണ്ടപ്പോൾ ആശ്വാസമായി ധൈര്യത്തോടെ മുന്നോട്ട് പോകുക, കുറേ ദിവസത്തിന് ശേഷം എലിസബത്തിൻ്റെ വോയിസ് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ നീളുന്നു കമൻറ്റുകൾ. എല്ലാം നന്നായി വരട്ടെ, സന്തോഷമായി എന്നൊക്കെ എലിസബത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പേരും രംഗത്തെത്തുന്നുണ്ട്.